ഹലോ മക്കളെ, ക്ലാസ് 10 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണല്ലോ നിങ്ങൾ. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റഡിയിലൊക്കെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് 10 എക്സാം എങ്ങനെയെങ്കിലും ഉഷാറാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ഉഷാറാക്കാം. അതിലപ്പുറത്തേക്ക് നിങ്ങൾ ക്ലാസ് 11 ക്ലാസ് 12 ഒക്കെ സയൻസ് ഒക്കെ എടുത്ത് നീറ്റ് എക്സാമും JEE എക്സാം പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എക്സാമുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ലെവൽ കോളേജുകളായിട്ടുള്ള എയിംസ്, IIT, NIT പോലെയുള്ള കോളേജുകളിൽ എത്തുകയും അവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്ന സ്വപ്നമൊക്കെ ഇപ്പോഴും കണ്ടു നടക്കുന്ന കുട്ടികളായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ ആ സ്വപ്നങ്ങളിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം, ആദ്യമേ അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരായിരിക്കാം. എന്താണ് സാർ ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നിങ്ങളുടെ ക്ലാസ് 11 ക്ലാസ് 12നോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, നല്ല ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊരു പക്ഷേ മക്കൾ സ്വന്തമായി ഇരുന്ന് പഠിച്ചാൽ എത്രത്തോളം അത് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുക തന്നെ വേണം. സൈലം സ്കൂളുകൾ നിങ്ങളുടെ ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. സൈലം സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഈ സയൻസിനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മെറ്റീരിയൽസ്, ഫാക്കൽറ്റീസ് എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഗെറ്റപ്പോട് കൂടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സൈലം സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് 100% വരെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. നെക്സ്റ്റ് എക്സാം എഴുതിയാൽ മതി. ഈ വരുന്ന നവംബർ 2-ാം തീയതി നെക്സ്റ്റ് എക്സാം നടക്കുകയാണ്, ഞായറാഴ്ചയാണ്, മറക്കണ്ട. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താ സാർ ഈ എക്സാം എഴുതിയാലുള്ള ഗുണം? ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ബെസ്റ്റ് സ്റ്റുഡൻസിനെ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നിട്ട് ഞങ്ങൾ സൈലം സ്കൂളിലേക്ക് ഇങ്ങോട്ട് എടുക്കും. പിന്നെ ഞങ്ങളുടെ സൈലം ടീച്ചേഴ്സ് നിങ്ങളെ വാർത്തെടുക്കും. നീറ്റ് എക്സാമും JEE എക്സാമും ഒക്കെ ക്രാക്ക് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ കോളേജുകളിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് അത് സഹായിക്കും. സോ സാർ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മളുടെ എക്സാം എഴുതുമ്പോൾ അതിനൊരു സിലബസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, മക്കൾക്കറിയാം സാറിൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ഈ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ചില കുട്ടികൾ പറയാറുണ്ട്, സാർ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക? ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ വേറെ പുറമെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണോ? അതല്ലെങ്കിൽ ഞങ്ങൾ +1 +2 അല്ലെങ്കിൽ ക്ലാസ് 11 ക്ലാസ് 12 ഉള്ള സിലബസ് ഒക്കെ പഠിക്കണോ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. മക്കൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയകളിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ ഏരിയകളൊന്നും കൂടി ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഏരിയകൾ ഏതാണെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറഞ്ഞ ഏരിയ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. പക്ഷേ സാറ് 4 ഹെഡിങ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഹെഡിങ്സ് മാത്രമല്ല കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്സ് മക്കൾക്ക് അറിയാലോ. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ മോഡൽസ്, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, റുദർഫോർഡിൻ്റെ മോഡൽ, അതേപോലെ തന്നെ ബോർ മോഡൽ, ഓക്കെ, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പോലെയുള്ള റിയാക്ഷൻസിനെ പറ്റിയിട്ടും മക്കൾക്ക് അറിയണം. ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള ആസിഡിൻ്റെയും ബേസിൻ്റെയും ഒക്കെ ജനറൽ പ്രോപ്പർട്ടീസ്, pH വാല്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് അറിയണം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ മക്കൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നില്ലേ? സോളിഡ്, ലിക്വിഡ്, അതേപോലെ തന്നെ ഗ്യാസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഓക്കെ, അതേപോലെ തന്നെ സോളിഡ് ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, ആ ഒരു റിയാക്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ അവിടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഡെപ്തിലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിൻ്റെ കെമിസ്ട്രി വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, ഇങ്ങനെ എളുപ്പമായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രൂപത്തിലുള്ള അത്രയും ബെറ്റർ ഫ്യൂച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ആരും മറക്കണ്ട, വരുന്ന നവംബർ 2-ാം തീയതി നെക്സ്റ്റ് എക്സാം ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എക്സാം എഴുതുക, പഠിച്ചിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പോട് കൂടിയിട്ട് സൈലം സ്കൂളിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.